ഹായ് ഹലോ, ഇന്ന് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അടിപൊളി നെയ്ച്ചോറിൻ്റെയും അതുപോലെ തന്നെ ഒരു കിടിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ആദ്യം തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നീട് ഒരു 3 കപ്പ് ജീരകശാല അരി നന്നായി വാഷ് ചെയ്തിട്ട് അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു മെത്തേഡിലും ചെയ്യാട്ടോ, അരി വറുത്തിട്ട് വേണമെങ്കിലും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യണത്. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുതിർത്തി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ടൊന്ന് വെട്ടി തിളക്കണ വരെ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ടൊരു നമുക്ക് അരി വേവിച്ചെടുക്കാം. ഒരു 9-10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും അരി നന്നായി നല്ലപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒണിയൻസ് ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂണ് തൈരും പാടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കന് ഒരു 800 ഗ്രാമോളം ഉണ്ടാവും. അതും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂണ് ബട്ടറും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും പാടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്ക് ആയപ്പോൾ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പച്ചമുളകും പാടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നിറയുണ്ടാവും. അതിനുശേഷം വേപ്പില ചേർത്ത് കൊടുക്കുക. 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അങ്ങനെ സവാളൊക്കെ നന്നായി വഴന്ന് കിട്ടിയാൽ 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂണ്. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഒരു 1.5 തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലോട്ട് നല്ലപോലെ മസാല പിടിക്കണ വരെ ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ.
എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക. അപ്പോഴേക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്നുകൂടി നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമുക്കിതിലോട്ട് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കണില്ല. മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ കറി. നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, രാവിലത്തെ കടിയുടെ കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.